നിങ്ങളോട് എല്ലാവരുടെ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യം കരങ്ങളെ അടിച്ച് പ്രിയപ്പെട്ടവരെ ദൈവസഭയിലെ സ്വാഗതം ചെയ്യാം. താങ്ക് യു. ബ്ലെസ് യു. 1 Peter chapter 3 verse 1 Peter chapter 1 verses 3 to 7. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഒരാൾ വായിച്ചിട്ട് ബാക്കി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാൽ മതി. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മെ അവൻ എങ്ങനെയാ വിളിച്ചിരിക്കുന്നത്? ജീവനുള്ള പ്രത്യാശയ്ക്ക്. ഒന്ന് വായ തുറന്ന് പറഞ്ഞേ, നമ്മളെ അവൻ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. ഈ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചോണേ. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കേട്ടോണേ, ഇപ്പോൾ നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. പീറ്ററിന്റെ ലേഖനത്തിൽ 1 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കാൻ സവാശമില്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്കൂടെ നമ്മൾ വായിച്ചത്. 1 അധ്യായത്തിന്റെ 3 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 2-3 കാര്യങ്ങളാണ് നമ്മൾ പാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുക. 1-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടതെന്നറിയോ? ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മളെ വിളിച്ചിരിക്കുക. അപ്പൊ നമ്മളെ വിളിച്ചതിന് വേണ്ടിയാ? ജീവനുള്ള പ്രത്യാശയ്ക്കായി വേണ്ടി. 2-ാമത് കർത്താവിന്റെ ആ സ്റ്റാൻഡേർഡ് പറയുക. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ പറഞ്ഞാട്ടെ അവകാശത്തിനും. അപ്പൊ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒട്ടും താഴോട്ട് പോകുന്നില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാ? ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം തരാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുക. ഈ അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായ പൗലോസ്, അപ്പൊ കർത്താവിന്റെ ഒരു അപ്പോസ്തോലനായ പോൾ ഒരു ലെറ്റർ എഴുതുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതേ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ തുടങ്ങി എങ്ങനെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവം. നോക്കിക്കോണേ, ഞാൻ അതിനെ ഒന്ന് യോജിപ്പിച്ച് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടോ? ദൈവം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ദൈവത്തിന് നമ്മളോടുള്ള വിളിക്ക് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിന് പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളോട് ദൈവത്തിന് ഇഷ്ടമൊന്നുമില്ലെന്ന്. ദൈവത്തിന് എല്ലാ ആവശ്യങ്ങളും ഇഷ്ടമുള്ളതാണ്. ദൈവത്തിന് നമ്മളെ എല്ലാ ആവശ്യങ്ങളോടും താല്പര്യമോ. പക്ഷേ ദൈവം നമ്മുടെ ആത്മീയതയ്ക്ക് ഉറപ്പ് വരുന്നത് മാത്രമേ നമ്മുടെ കൈ ദൈവം ഏൽപ്പിക്കത്തുള്ളൂ. മനസ്സിലായോ? അത് നമുക്ക് കുഴപ്പക്കേട് വരുത്തുന്നതാണെങ്കിൽ ദൈവം അവിടെ സ്റ്റോപ്പ് പറയും. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവഹിതമായത് മാത്രമേ എൻ്റെ തരാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധിത ദൈവഹിതമുണ്ട്, ദൈവത്തിന്റെ പൂർണ്ണഹിതമുണ്ട്. നിർബന്ധിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചാൽ അതൊരു വേദനയിൽ കൊണ്ട് കലാശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പൂർണ്ണ ദൈവഹിതത്തിന് വേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുന്നത് എന്താണെന്നറിയോ? കർത്താവായ ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ ഒത്തിരി വിഷയത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങളെ അവകാശത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു, ഞങ്ങളെ നിത്യതയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു, നാനാ പരീക്ഷകളിൽ ഞങ്ങൾ പോകുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് വിഷയങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾക്കാരുണ്ട്? ഞങ്ങൾക്കൊരു പിതാവുണ്ടെന്ന് പറയുന്നു. പ്രിയരെ, നമ്മൾ ഏതൊരു വിഷയത്തിൽ കൂടെ പോകുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയ ഉറപ്പെന്തോന്നറിയാവോ? നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ അനാഥരല്ലെന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വചനത്തിൽ എന്താ വായിക്കുന്നേ? ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടുകളയത്തില്ല. ചില വേദനയിൽ, ചില പ്രയാസത്തിൽ, ചില രോഗത്തിൽ, ചില ബുദ്ധിമുട്ടുകളിൽ ആരും കടന്നു പോകാത്ത ചില സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞേക്കാം ഞാനൊരു അനാഥനാന്ന് പറഞ്ഞില്ല. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്ന് മറന്നു പോകരുത്. ഇത് നമുക്ക് പറയുമ്പോൾ അത്ര
എപ്പോഴും ഓർത്തോണേ ഒരു കാര്യം വെച്ചോണേ, പിതാക്കന്മാരായിട്ടുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്ന കേട്ടോണേ, എപ്പോഴും സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറയുമ്പം മക്കൾ പെട്ടെന്ന് ആദ്യം ചിന്തിക്കുന്ന ആരെക്കുറിച്ചായിരിക്കും എന്നറിയാമോ? അവരുടെ ഈ ഭൂമിയിലുള്ള പിതാവിനെ കുറിച്ചായിരിക്കും. ഹലോ, എപ്പോഴും പ്രോമിസ് പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാത്തൊരു പിതാവായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ അവരും എങ്ങനെയായിരിക്കും പിതാവിനെ മനസ്സിലാക്കുന്ന അറിയാവോ? ഇതേ ആംഗിളിലായിരിക്കും മനസ്സിലാക്കുന്നത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? പത്രോസ് ഇവിടെ പറയുകയാണ് പിതാവായ ദൈവത്തിൻ്റെ. ന്യൂ ടെസ്റ്റ്മെന്റ് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ അറിഞ്ഞത് ദൈവം നമ്മുടെ ആരാന്ന്, ദൈവം നമ്മുടെ പിതാവാന്ന്. പക്ഷെ പഴയ നിയമത്തിലായിരുന്നപ്പോൾ അവരെന്തോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ? ഞങ്ങളുടെ ദൈവമേ എന്നാ വിളിച്ചോണ്ടിരുന്നേ. ശരിയാണോ തെറ്റാണോ? എന്തോ അവർ വിളിച്ചോണ്ടിരുന്നേ? ഞങ്ങളുടെ ദൈവമേ എന്നാ വിളിച്ചോണ്ടിരുന്നേ. പക്ഷെ 1-2 വാക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ എൻ്റെ കണ്ണ് തുറപ്പിച്ച 2 വാക്യമോ, അതൊന്ന് വായിക്കണേ. യെരമ്യ പ്രവചന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത് വാക്യം. ദ ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 3 വേഴ്സ് 19 ഒന്ന് വായിച്ചട്ടെ. ജെറമ്യ ചാപ്റ്റർ 3 വേഴ്സ് 19 വേഗത്തിൽ വായിക്കണേ. ഞാനോ നിന്നെ ദത്തെടുത്തു, ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു. നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു. അടുത്ത വാക്യം, ഈ വാക്യം ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിക്കണേ. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും. കണ്ടോ, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ വാക്യമാ. നമ്മൾ പറഞ്ഞല്ലോ ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ദൈവം നമ്മുടെ ആരാണ്, ദൈവം നമ്മുടെ പിതാവാന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പറയുക, നിങ്ങൾ എന്നെ ആരെന്ന് വിളിക്കുമെന്നാ ഞാൻ വിചാരിച്ചേ, നിങ്ങൾ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റ് ജനത്തോട് ദൈവം പറയുക, നിങ്ങൾ എന്നോടുള്ള ഇടപെടൽ എന്നെ ആരെന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു, നിങ്ങൾ എന്നെ പിതാവെന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ എന്നെ വിളിച്ചില്ല. കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? അത്ഭുതം കിട്ടുമ്പം, വിടുതൽ കിട്ടുമ്പം, നന്മ കിട്ടുമ്പം നമ്മളൊരു കാര്യം മറക്കല്ലേ, അവന്റെ ഉള്ളിലെ ഏറ്റവും വലിയ താല്പര്യം നമ്മൾ അവനെ പിതാവേ എന്ന് വിളിക്കണമെന്നാണ്. നമുക്കെല്ലാവർക്കും തലമുറകൾ ഉള്ളവരോടുണ്ടില്ലേ? തലമുറകൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നോ കാണാൻ നമുക്ക് ഇഷ്ടമാ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അവർ നമ്മളെ ആരെന്ന് മനസ്സിലാക്കണമെന്നാ, അവർ നമ്മളെ തന്റെ പിതാവേ എന്ന് മനസ്സിലാക്കണമെന്നാ. ദൈവത്തിന്റെ ഉള്ളിലെ ആഗ്രഹം പറയുവാണ്. ജെരമ്യ എന്താ പറഞ്ഞറിയാവോ? വായിച്ച അവസാന വാക്യം മാത്രം. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു. കണ്ടോ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മൾ അവനെ എന്തോ വിളിക്കുമെന്നാ, പിതാവേ എന്ന് വിളിക്കുമെന്നും. അടുത്ത വാക്യം, വിട്ടുമാറത്തില്ലെന്നും. ഈ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ പറഞ്ഞേ, ഒരു തുളച്ച് നമ്മുടെ ഹൃദയത്തിലോട്ട് കാരണം. പ്രിയരെ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം വിളിക്കാനുള്ളൊരു ദൈവമല്ല നമ്മുടെ യേശു ക്രിസ്തു. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നന്മയിൽ നമ്മൾ അവനോട് പ്രാർത്ഥിക്കണം, തിന്മയിൽ നമ്മൾ അവനോട് പ്രാർത്ഥിക്കണം, രോഗത്തിൽ നമ്മൾ അവനോട് പ്രാർത്ഥിക്കണം, പ്രതികൂലത്തിൽ അവനോട് പ്രാർത്ഥിക്കണം. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മുടെ ദൈവം നമുക്ക് തുണയായിട്ട് വെളിപ്പെടുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം കണ്ടോ? നിങ്ങൾ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്നും നിങ്ങൾ എന്നെ വിട്ടുമാറത്തില്ലെന്നോ നമ്മൾ വിചാരിച്ചേ. നമ്മുടെയൊക്കെ എവിടെയൊക്കെയോ കൂടിയിരിക്കുന്ന ഒരു തെറ്റെന്തെന്നറിയാവോ? ഇത് നടത്തി തന്നാൽ നീ എൻ്റെ ദൈവം, ഇത് നടത്തി തന്നില്ലെങ്കിൽ. പണ്ടൊരു പെൺകുട്ടി ഒരു ഡിസിഷൻ എടുത്തു. പെൺകുട്ടിയാട്ടോ, കേട്ട് ഞെട്ടുമൊന്നും വേണ്ട. ഈ വിഷയത്തിൽ ദൈവം എന്നെ പ്രവർത്തിച്ചില്ലെങ്കിൽ വീണ്ടും ഞാൻ പഴയ പോലെ പോയി. ഞാൻ കഴിഞ്ഞ ദിവസം 2 പേരെ പിടിച്ചു. അപ്പം നമ്മളത് അത്ഭുതമായിട്ടൊന്നും കരുതണ്ട. സഹോദരന്മാരത്ര മോശമാണെന്ന് വിചാരിക്കണ്ട. അതിനേക്കാളും മോശമായ വിഷയത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കോണേ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണേ. എന്നെ ഈ വിഷയത്തിൽ വിടുവിച്ചില്ലെങ്കിൽ എന്തോ പോയി, ഞാൻ പഴയ കർത്താവിനോട് നമ്മൾ വാശി പിടിക്കുക. എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ പണ്ടത്തേനേക്കാളും എന്തോ ആയി തരും. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞൊരു വാക്കാ, പണ്ടത്തേനേക്കാളും പിന്നത്തെ കർത്താവിനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പ്രിയരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തോന്നറിയാവോ? നിങ്ങൾ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, പിതാവേ എന്ന് വിളിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ എന്നിൽ നിന്ന് മാറത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2 ഉറപ്പ് നമ്മൾ ഇവിടുന്ന് പ്രാപിച്ചിട്ട് വേണം പോവാൻ. എന്താ ഇത്ര ഉറപ്പ്? ദൈവം നമ്മളെ പിതാവിനെ പോലെയാണ് കരുതുന്നത്. അതെ, കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്കായിട്ട് യാഗമായ യേശുവിനെ പിതാവ് ആരായിട്ടാണ് കണ്ടെന്നറിയാവോ? തൻ്റെ ആദ്യജാതനായിട്ടാണ് കണ്ടേ. ആദ്യജാതനായിട്ട് യേശുവിനെ കണ്ടിട്ട് നമ്മളെ ഓരോരുത്തരെ ആരായിട്ടാണ് കാണുന്നറിയാവോ? അവന്റെ സഹോദരന്മാരായിട്ടാണ് കാണുന്നത്. കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, യേശുവിന്റെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നോ അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ വിഷയവും കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളുടെ വിഷയം ദൈവം കൈകാര്യം ചെയ്യാൻ എന്താ ഈ പ്രയാസം. ഇല്ല, യേശുവിന്റെ വിഷയത്തിന് എത്രയും ഗൗരവം കൊടുക്കുന്നോ അത്രയും ഗൗരവമാണ് നമ്മുടെ വിഷയത്തിലും കൊടുക്കുന്നത്.
ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണേ. നമ്മൾ വായിച്ച ഒരേ ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കട്ടെ. പത്രോസിന്റെ 1:6 നമ്മൾ വായിക്കുന്നു, നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വന്നാലും. ഇതൊരു വല്ലാത്ത വിഷയമല്ലേ? എൻ്റെ മമ്മിയുടെ നാട് കുട്ടനാടാ. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചക്രം ചവിട്ടി വെള്ളം കളയുന്ന കണ്ടിട്ടുണ്ട്. ഒരു പാടത്തിൽ നിന്ന് മറ്റൊരു പാടത്തിലേക്ക് ചക്രം ചവിട്ടി എന്ത് ചെയ്യും? അതിൻ്റെ കളയും. അതിൻ്റെ ഓരോ ഇലകളും പൊങ്ങി വരുമ്പോൾ, ഓരോ പാളിയും പൊങ്ങി വരുമ്പോൾ എന്നറിയോ, ഒരെണ്ണം അങ്ങോട്ട് ചവിട്ടി താക്കുമ്പോഴത്തേക്ക് അടുത്തത് അതിനേക്കാളും മോളി വന്നിക്കുക. ഹലോ, കേട്ടോണേ. നമ്മൾ ഓരോ ഭാഗം അങ്ങോട്ട് ജയിച്ചു വരുമ്പോഴത്തേക്ക് അടുത്ത വിഷയം പൊങ്ങി വരുക. കേട്ടോ, ഒരു ആത്മീയ വിടുതൽ ഞാൻ പറഞ്ഞോട്ടെ. ഓരോ ഭാഗം അങ്ങോട്ട് ജയിച്ചു വരിക. പാപത്തിന്റെ മേൽ ഒരു ജയം അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ഫൈനാൻസിന്റെ മേൽ ഭയങ്കര വിഷയം. ഫൈനാൻസ് അങ്ങോട്ട് ജയിച്ചു വരുമ്പോഴത്തേക്ക് കുടുംബത്തിനകത്തൊരു വിഷയം. കുടുംബം അങ്ങോട്ട് ജയിച്ചു വരുമ്പോൾ പിള്ളേരിലൊരു വിഷയം. പിള്ളേർ അങ്ങോട്ട് ജയിച്ചു വരുമ്പോഴത്തേക്ക് പ്രാർത്ഥനയിലൊരു വിഷയം. പ്രാർത്ഥന അങ്ങോട്ട് ജയിച്ചു വരുമ്പോഴത്തേക്ക് ആരാധന ഒരു വിഷയം. ഓരോന്നിന്റെ മേൽ വിഷയം വന്നുകൊണ്ടിരിക്കുക. ഇതിനു വേണ്ടി പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ ഒരു പരീക്ഷയാണോ സഭയ്ക്കകത്തിരിക്കുന്നവർക്ക്? കേട്ടെ. ഓഫീസിലൊരു വിഷയം, ചർച്ചിലൊരു വിഷയം, റോഡിലൊരു വിഷയം, പേഴ്സണലൊരു വിഷയം, ആരോടും പറയാതെ വെച്ചിരിക്കുന്ന വിഷയം, ഒത്തിരി സമ്മർദ്ദത്തിനകത്ത് കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. പത്രോസിനെ കണ്ടിട്ട് പറയുക, നാനാ വിഷയങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ. അപ്പൊ നമുക്ക് എങ്ങനെയാ വിഷയം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേ. നമ്മൾ എന്ത് വിഷയത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ടല്ലോ, മതില് പോലെ ഒരൊറ്റ ഇഷ്ടികയോ നിളക്കിയാൽ മതി, ഹൃദയം മൊത്തം തകർന്നു പോകും. നമ്മൾ ഈ കാണിക്കുന്ന സ്ട്രോങ് ഒക്കെ ഉള്ളൂ. 2 വിഷയം ഒന്ന് ചോദിക്കോട്ടെ. 2 കാര്യം ഒന്ന് പേഴ്സണൽ ടച്ച് ചെയ്തൊന്ന് ചോദിച്ചേ. നമ്മുടെ ആ ഉയർത്തി വെച്ചിരിക്കുന്ന മതിലെല്ലാം അതോടുകൂടി തീരും. ദൈവത്തിന് അറിയാവുന്നേ, നിങ്ങളുടെ വീക്ക്നെസ് ഒക്കെ ദൈവത്തിന് അറിയാം, നിങ്ങളുടെ ഭാരവും പ്രയാസമൊക്കെ അറിയാം. ഒറ്റ ചോദ്യമേ കർത്താവ് ചോദിച്ചോളെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഇനിമേൽ നീ പാപം ചെയ്യരുത്. കർത്താവിന്റെ എന്നത്തെയും വാക്ക് ഇതാണ്, ഇനിമേൽ നീ പാപം ചെയ്യരുത്. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ ഒരു ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിമേൽ നീ പാപം ചെയ്യരുത്. ആരൊക്കെയോ എവിടെയോ പാപത്തോട് നോ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് എന്നത്തെയും ചോദ്യം, ഇനിമേൽ നീ പാപം ചെയ്യരുത്. അവൻ എന്തോ അതിന്റെ അർത്ഥം എന്നറിയാവോ? അതാ അവൻ സകലതും പുതുതാക്കി തീർത്തിരിക്കുന്നു. എന്നോട് പല യൗവനക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം പറയും, പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് പാപമൊക്കെ ഏറ്റു പറഞ്ഞു വന്നിട്ടും വീണ്ടും പഴയ വിഷയം എൻ്റെ ഹൃദയത്തിൽ എന്നെ എന്ത് ചെയ്യുക? പ്രിക്ക് ചെയ്യുക. ഞാൻ ഈ ICBF-ന്റെ യൂത്ത് മീറ്റിംഗിൽ ഓൺലൈനിൽ കൂടെ മെസ്സേജ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് 2-3 ചോദ്യം എന്തെന്നറിയോ? ഞാൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ ജനിച്ചു? ഒന്നാമത്തെ ചോദ്യം. അടുത്തൊരു ചോദ്യം എന്നറിയോ? ഞാൻ വിഷയങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ടും വീണ്ടും എന്തുകൊണ്ട് ആ വിഷയം എൻ്റെ മുമ്പിൽ കയറി വരുന്നു? ഒന്നാമത്തെ ഒരു ഉത്തരം ഞാൻ പറയട്ടെ, കർത്താവ് ക്ലോസ് ചെയ്തൊരു വിഷയം അവൻ റീഓപ്പൺ ചെയ്യത്തില്ല. യേശു ഒരു പ്രാവശ്യം ക്ഷമിച്ച വിഷയം പിന്നെ അവൻ റീഓപ്പൺ ചെയ്യത്തില്ല. ക്ഷമിച്ചതാണ്. ആ ഉദ്ദേശം കൊണ്ടിരുന്ന പിശാചാണ്. നീ മുഖത്ത് നോക്കി പറയണം, ഞാനും എൻ്റെ അപ്പനുമായി ഈ വിഷയം തീർത്തോളാം. ഞാൻ പറഞ്ഞു കേട്ടോ. പിശാച് ഒരു വിഷയം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വായ തുറന്ന് പറയണം, ഈ വിഷയം ഞാനും എൻ്റെ അപ്പനുമായിട്ട് തീർത്തോളാം. നിനക്കെന്നോട് സംസാരിക്കാൻ യാതൊരു വിധമില്ല. ഞാൻ എന്തിനീ വീട്ടിൽ ജീവിച്ചെന്ന് ആരെങ്കിലും ചോദിക്കുന്നു, ഞാൻ പറയട്ടെ, താമാറിനെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു പാരമ്പര്യത്തിനകത്തുനിന്ന് യേശു ക്രിസ്തു ജനിച്ചിട്ടും അവനൊരു ദിവ്യ സ്വഭാവം പറ്റിയെങ്കിൽ നിന്റെ വീടൊരു വിഷയമല്ല, നീ എടുക്കുന്ന ഡിസിഷനാണ് വിഷയം. ഹല്ലേലൂയ. വീട് വിഷയമല്ല, പപ്പയും മമ്മിയും വിഷയമല്ല, സഹോദരൻ വിഷയമല്ല, ഭാര്യ വിഷയമല്ല, ആരും വിഷയമല്ല. നിന്റെ ആത്മീയതയ്ക്ക് നീ തന്നെയാണ് ഉത്തരവാദി. കേൾക്കുന്നുണ്ടോ? നമ്മക്കാരുടെ മേലും ചാരി ഒരിക്കലും ആത്മീയ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. എവിടൊക്കെയോ ഈ അബദ്ധ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ നന്നായേനെ, അവിടെ ആയിരുന്നെങ്കിൽ നന്നായേനെ. ഇതാണെന്നില്ല. നിന്റെ പേഴ്സണൽ ഡിസിഷന്റെ മുകളിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ഒരു ഭവനത്തിൽ ഏറ്റവും മോശമായെന്ന് പറയുന്നതിനെ കൊണ്ടാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം വെളിപ്പെടുത്തുന്നത്. മിടുക്കന്മാരെ മാറ്റിയിട്ട് ചെളിയവന്മാരെ പുറത്തെടുക്കുന്ന എന്നറിയാവോ? അത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ള കാര്യമായോണ്ടാ. ഞാൻ അവസാനിപ്പിക്കുകയോ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, നാനാ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ. എങ്ങനെയുള്ള പരീക്ഷയില? ഒരു വിഷയം അങ്ങോട്ട് തീരുമ്പോൾ അടുത്ത വിഷയം. നോക്കിക്കേ, ജിബിൻ ബിആറിന്റെ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമേ ഉള്ളൂ. എത്ര വിഷയത്തിനകത്ത് നമ്മൾ അകപ്പെട്ടിരിക്കുവോ? ഹലോ, ഒന്ന് പറഞ്ഞേ. 7 ദിവസത്തെ ലോങ് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് 1 മാസം തീർന്നില്ല. അതിനു മുമ്പ് ഏതെല്ലാം വിഷയത്തിൽ പോയി കൈവച്ചിട്ടിരിക്കുക? വിഷയങ്ങളുടെ മേൽ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുവല്ലേ. ഇതിന് വല്ല എന്തെങ്കിലും പരിഹാരം ഉണ്ട്? എന്തോന്നറിയാവോ? നീ ആ ലാക്കിലേക്ക് ഓടുക. തളർച്ച വരുമ്പോൾ അത്യന്ത കൃപയ്ക്കായിട്ട് നീ പ്രാർത്ഥിക്കുക.
എന്നെ കേൾക്കുന്ന ആരെങ്കിലും തളരുന്നെങ്കിൽ ഇന്ന് പകലിൽ പറ, അപ്പാ എന്നെ കൊണ്ട് സ്വയം ഓടി ജയിക്കാൻ പറ്റത്തില്ല, എന്റെ കരങ്ങളുടെ മേൽ നിന്റെ ആത്മശക്തി എന്റെ മേൽ പകരണമേ. പ്രിയരെ, ബുദ്ധി കൊണ്ട് ഈ ആത്മീയ ജീവിതം ജയിക്കാൻ പറ്റത്തില്ല. നല്ല പ്രവചന ശബ്ദം കൊണ്ട് ഇത് കയറത്തില്ല. എവിടാ വ്യത്യാസം വരുന്നറിയാവോ? വ്യത്യാസം വരുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചലിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ നാനാ പരീക്ഷകൾ വന്നെടുക്കുന്ന വ്യക്തിയെ കുറിച്ച് ഒരേ ഒരു വാക്യം ഒന്ന് വായിക്കാം. പത്രോസ് ലേഖനം 4:10 വായിച്ച് നമുക്ക് ഈ ബൈബിൾ അവസാനിപ്പിക്കാം. 1 Peter chapter 4:10 ഒന്ന് വായിച്ചേ. 4:10 വായിച്ചേ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ, നോക്കിക്കോട്ടെ, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ. അയ്യോ, ഈ വാക്യം ശ്രദ്ധിച്ചോ. നമ്മൾ നേരത്തെ എന്തോ കേട്ടെ? നാനാ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, എന്നെ ശ്രദ്ധിച്ചേ, നാനാ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, നാനാ പരീക്ഷകളിൽ നമ്മൾ അകപ്പെടുമ്പോൾ ദൈവം എന്തോ ചെയ്യുന്നതെന്നറിയാവോ? വിവിധങ്ങളായ കൃപ പകരുന്നു. അയ്യോ, ഈ വചനം കേട്ടാ ഞാൻ ഇറങ്ങി ഓടിയാനെ, ഞാനായി ഓഡിയൻസ് ആയിട്ടിരുന്നെങ്കിൽ. പറഞ്ഞ മനസ്സിലായോ? ഇന്നലെയും കൂടെ വിജിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ എനിക്ക് ആ ചർച്ചിനകത്തൊക്കെ ഒന്ന് ഓടണമെന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ വിശ്വാസികളുടെ ഇരിപ്പ് കാണുമ്പോൾ ഞാൻ എങ്ങനെ ഓടും? ഹലോ, ഒരു വചനം പ്രിയരെ, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾക്കിവിടെ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക, എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും കാണിച്ചൊന്നുമല്ല. ദൈവവചനം അകത്തോട്ട് വന്ന് കയറുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ കേട്ടോ, വിവിധങ്ങളായ പരീക്ഷകൾ കൂടുമ്പോൾ അവൻ നമുക്ക് വിവിധങ്ങളായ കൃപ നമ്മുടെ മേൽ പകരുന്നു. അതിന്റെ അർത്ഥം ഏതൊക്കെ വിഷയം നിന്റെ മേൽ കൂടുന്നോ അതനുസരിച്ച് അവൻ കൃപ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് പകലിപ്പറ, വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്ത് ഉയരുന്നത് പോലെ ആ വിഷയങ്ങളുടെ മുകളിൽ കൂടെ ഒരു ഓവർകം ചെയ്യുന്ന ലൈഫാണ് ക്രിസ്ത്യ ജീവിതം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. ഈ പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്.